റംബൂട്ടാനോ? നിനക്കിത് എവിടെ നിന്ന് കിട്ടി? മിന്നോ, അതിന് അവളുടെ വീട്ടിൽ റംബൂട്ടാൻ ഇല്ലല്ലോ. അയ്യോ, അവിടെ ഈ റംബൂട്ടാൻ ഇത്ര റെഡ് കളറിൽ ഉണ്ടായോ? അവരെങ്കിൽ മുഴുവൻ തീർത്തിട്ടുണ്ടാകും. നിനക്ക് ഒരെണ്ണോ തന്നുള്ളോ? ഇത് കണ്ടോ, ആ മിന്നു കുണുക്കന്റെ കയ്യിൽ കൊടുത്തു വിട്ടതാ. അവരൊക്കെ മുത്തശ്ശി പറമ്പിൽ നിന്ന് പറിച്ചോണ്ട് വന്നതാ. ദൈവമേ, അവിടെ ഇത്ര വേഗം റെഡ് കളർ ആയോ? നമ്മൾ പോയില്ലല്ലോ, നമുക്കിന്ന് പോയാലോ? ആ മിന്നൊക്കെ മുഴുവൻ പറിച്ചിട്ടുണ്ടാവും. ചേച്ചി ഏറ്റവും പൊക്കത്തൊന്നും കയറി പറിക്കാൻ മിന്നോന് അറിയില്ല. ഞാനാകുമ്പോ മരം നല്ലോണം കയറുമല്ലോ. അപ്പൊ നമുക്ക് പോയിട്ട് പൊക്കത്തെ കിളയിന്ന് പറിച്ചെടുക്കാം. ആ, കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയല്ലോ. വാ, നമുക്ക് ആ മുത്തശ്ശി പറമ്പിൽ പോയി കുറച്ച് റംബൂട്ടാൻ പറിച്ചിട്ട് വരാം. നിനക്ക് വേണമെങ്കിൽ വാ. അത് ശരിയാ, ഉണ്ണിമോളെ കൊണ്ടുപോകാം. ഉണ്ണിമോളെ ഞാൻ എടുത്തോളാം. നാലും കൂടി എന്തോ ഗൂഢാലോചനയിലാണല്ലോ. ആ അച്ചാമ്മയോ? അച്ചാമ്മ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ലേ, എന്തെങ്കിലും ഒപ്പിക്കാനുള്ള പുറപ്പാടാണോ നോക്കുവായിരുന്നേ. എന്നാ വേഗം മാറിക്കോ, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടെ പോകാൻ? ഇന്ന് പഠിത്തമില്ലാത്ത ദിവസമല്ലേ. ഞങ്ങൾ കുറച്ച് റംബൂട്ടാൻ തിന്നാൻ പോകുക. റംബൂട്ടാനോ? എവിടെന്നാ? മാധവ മേടിച്ചതാണോ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ലല്ലിമൊക്കും കൊടുത്തില്ല. റംബൂട്ടാൻ മരത്തിൽ കയറി പറിക്കാനോ? നീ എന്താ കളിയാക്കുവാണോ? മര്യാദക്ക മേടിച്ചോണ്ട് വന്ന് റംബൂട്ടാൻ നിങ്ങൾ എടുത്തേ. അവള് തമാശ പറഞ്ഞല്ല, അവള് ശരിക്കും പറഞ്ഞതാ. ഞങ്ങൾ മുത്തശ്ശിപ്പറമ്പിലേക്ക് പോകുക. അവിടത്തെ മരത്തിലാ റംബൂട്ടാൻ. ആ, അങ്ങനെയാണെങ്കിലേ കുറച്ച് അധികം പറിച്ചോ. ഇവിടെ ലല്ലിമൊക്കെ ഭയങ്കര ഇഷ്ടാ. ഞങ്ങൾ പറിച്ച് ഇങ്ങോട്ടൊന്നും കൊണ്ടുവരൂല. ഞങ്ങൾ പറിച്ച് അവിടെ തന്നെ ഇരുന്ന് തിന്നും. അപ്പൊ എന്റെ ലല്ലിമോക്കോ? അവക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്ക്. നേഹമാമി, നേഹമാമി, ഉണ്ണിമോളെ കൊണ്ടൊന്ന് വാ. എന്തിനാടി നീ നേഹമാമിനെ വിളിക്കണത്? ഓഹോ, ഉണ്ണിമോള് വരുന്നുണ്ടോ? എന്നാൽ ലല്ലിമോളെ നിങ്ങൾ കൊണ്ടുപോകണം. അവക്ക് മര്യാദക്ക് പറിച്ചു കൊടുത്തേക്കണം, കേട്ടല്ലോ. അവളെ ഞങ്ങൾ കൊണ്ടുപോകാം, പക്ഷെ വഴി കിടന്ന് തല്ലി പിടിക്കരുതെന്ന് അവളോട് പറഞ്ഞേക്ക്. നീ പറഞ്ഞത് ശരിയായിട്ട് ദീദുമോളെ. താഴെ ഒറ്റ റംബൂട്ടാനില്ല, എല്ലാം മോളിലാ. താഴെ ഉള്ളതൊക്കെ അവര് പറിച്ചെന്നാ തോന്നുന്നേ. മോളിൽ എന്തോരാ നോക്കിക്കേ. ഉണ്ണിമോള് പറഞ്ഞത് കേട്ടോ, റംബൂട്ടാനെന്ന്. അതൊക്കെ ഞാൻ വേഗം പറിച്ചെടുക്കാം. പക്ഷെ ആരും ഉണ്ണിമോക്ക് ഒറ്റക്ക് റംബൂട്ടാൻ കൊടുക്കരുത്. അതിന്റെ കുരു വിഴുങ്ങിപ്പോയ അപകട. നമുക്ക് വീട്ടിൽ പോയിട്ടെ നേഹമാമിനെ കൊണ്ട് കൊടുപ്പിച്ചാൽ മതി. ഞാൻ കുറച്ചധികം പറിച്ച് താഴേക്കിടാവേ, നിങ്ങൾ പിറക്കിയെടുത്തോട്ടോ. എന്തോരാ താഴെ? ചേച്ചി, താഴേക്ക് ഞാൻ ഇട്ടതല്ല, ഇപ്പൊ തന്നെ പിറക്കിയെടുക്കാം, എന്നിട്ട് ഇനി ഇടാം. എന്റെ കയ്യിൽ ഉണ്ണിമോൾ ഇരിക്കണോണ്ട് എനിക്ക് പിറക്കിയെടുക്കാൻ പറ്റണില്ല. ഞാൻ കുണുക്കനെയും കൊണ്ട് പിറക്കിക്കാം. ഓ, കണ്ടിട്ട് തന്നെ കൊതിയാകുന്നു. കുണുക്കനും കുണുക്കിയും പിറക്കിയ എനിക്ക് എന്തായാലും തരാൻ പോണില്ല. അവരെടുക്കണേ മുമ്പേ പിറക്കിയെടുക്കണം. ഓ, എന്തോരോ റംബൂട്ടാന, എല്ലാം മുഴുവൻ തിന്നണം. ഇത് ഞാൻ കഷ്ടപ്പെട്ട് പിറക്കിയതാ. ഞാനെന്തിനാ നിങ്ങക്ക് തരുന്നേ? പക്ഷെ താഴേന്ന് പിറക്കിയെടുത്തത് ഞാനല്ലേ. നീതു ഇനി ഇടും, അപ്പൊ നിങ്ങൾ എടുത്തോ. ഓയ് ലല്ലി, എന്തായി കാണിക്കണേ? ഞാൻ എന്റെ കുട്ടികൾക്ക് വേണ്ടിയാ താഴെ കിട്ടത്. ലല്ലി, ആ കുട്ടികൾക്ക് കൊടുത്തേ. ഞാനും കുട്ടിയാണ്, എനിക്കും വേണം റംബൂട്ടാൻ. ലല്ലി, നീ എന്തായി കാണിക്കണേ? ഉണ്ണിമോൾ എന്റെ കൈ ഇരുന്നുകൊണ്ടാ എനിക്ക് എടുക്കാൻ പറ്റാത്തേ. അതാ ഞാൻ കുണുക്കിനെ വിട്ടെ. കുറച്ചെങ്കിലും അവർക്ക് കൊടുക്ക്. അതിന് ഇനി ഇടുമല്ലോ, അപ്പൊ തിന്നാ മതി. നിറ്റേച്ചി, ഞാൻ ഇനി താഴെ ഇട്ട ഇനി ഇവളെടുക്കും. ചേച്ചി ഒന്നു എടുക്ക്. ഉണ്ണിമോൾ എന്റെ കൈ ഇരിക്കുന്നതുകൊണ്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉണ്ണിമോളെ താഴെ ഇരുത്താം, എന്നിട്ട് നീ ഇട്ടാ മതി. അല്ലെങ്കിൽ ഇനി ഈ ലല്ലി വാരി എടുക്കും. ഇവിടെ ഇരിക്കട്ടെ ഉണ്ണിമോളെ. ഓ, ഞാൻ പിറക്കിയെടുത്തതാ ഇപ്പൊ കുറ്റം. നീതുമോളെ, ഇനി നീ ധൈര്യമായിട്ട് ഇട്ടോ. ഇനി ഒരു ലല്ലിയും എടുക്കില്ല. ഞാൻ ദേ കൊച്ചിനെ താഴെ നിർത്തിയിട്ടുണ്ട്. ഇനി ഞാൻ വാരി എടുത്തോളാം. അയ്യോ, എന്തൊരു റംബൂട്ടാനാ ഇന്നാടെ കുണുക്കി. ഓ, എന്റെ കയ്യിലും ഉണ്ടല്ലോ. കുറച്ചും കൂടി ഇട്ടേക്കൻ ഇതുമോളെ. ഓ, അവരിനി ഇടാൻ പോവാണല്ലോ. ഈ റംബൂട്ടാൻ എവിടെയെങ്കിലും വെക്കാം, എന്നിട്ട് പോയി എടുക്കാം. ഇത് കയ്യിൽ പിടിച്ചോണ്ടിരുന്ന അതെനിക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇനി അടുത്തത് പോയി പിറക്കാം. ചേച്ചി, ഞാൻ ഇടാൻ പോകുമ്പോ വേഗം പിറക്കിയെടുത്തോട്ടോ. ആ, എന്തോരം റംബൂട്ടാനാ. വീണ്ടും നീ തന്നെ എടുത്തോ. ഇങ്ങോട്ട് തന്നേ. നിലത്ത് വീണതാ ഞാൻ എടുത്തത്. ഞാൻ എന്തിനാ തരുന്നേ? നിങ്ങളെ പോലെയല്ലേ ഞാനും. നീ ആദ്യം തന്നെ ഒത്തിരി എടുത്തതല്ലേ. ഞങ്ങൾക്ക് ഇവിടെ നീതുമോക്ക് വേണം, എനിക്ക് വേണം, ദേ കുണുക്കനും ഉണ്ണിമോൾക്കൊക്കെ വേണം. നീ നിനക്ക് ഒരാൾക്ക് മാത്രമല്ലേ എടുക്കൂ. നീ ഷെയർ ചെയ്യൂലല്ലോ. അങ്ങോട്ട് കൊടുക്കടില്ലല്ലേ. ഞാൻ ഈ മരത്തിൽ കയറി പറിക്കണേ പോരാ. അങ്ങോട്ട് കൊടുത്തേ. ഞാൻ തരില്ല. നിനക്കെന്താടി കുണുക്കി? നീ മിണ്ടാതിരുന്നു. തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും?
ഇടിച്ചു തെറിപ്പിക്കും. പിന്നെ ഇടിച്ചു തെറിപ്പിക്കാൻ ഇങ്ങ് വാ. എന്റെ മമ്മീനെ അറിയാലോ, എന്റെ മമ്മി നിങ്ങളെ എല്ലാരും ശരിയാക്കും. പിന്നെ എന്റെ മാധവ മാമൻ വരുമ്പോ ഞാൻ പറഞ്ഞും കൊടുക്കും, ഗീതാന്റിനോടും പറയും. പിന്നെ ലാലി ഇവിടുത്തെ കുട്ടികളെ വാശി പിടിപ്പിക്കാതെ ആ റംബൂട്ടാൻ നിങ്ങൾ കൊടുത്തേ. നീ ആദ്യം തന്നെ കുറെ എടുത്തതല്ല. ഓ, ഇനി ഞാൻ ഇവിടെ നിന്ന് എന്തിനാ പറിക്കണേ? കഷ്ടപ്പെട്ട് പറിക്കണം, മൊത്തം ഇവള് കൊണ്ടുപോകുവാണല്ലോ. ഞാൻ തരത്തില്ല. അയ്യോ, ഉണ്ണിമോക്ക് എന്താ പറ്റിയേ? ഉണ്ണിമോളെ, അയ്യോ ഉണ്ണിമോള് ചുമക്കുന്നുണ്ടല്ലോ. ദൈവമേ, റംബൂട്ടാൻ എങ്ങനെ എടുത്ത് തിന്നോ? അയ്യോ ചേച്ചി, ഉണ്ണിമോക്ക് റംബൂട്ടാൻ ആരാ കൊടുത്തേ? അയ്യോ, ഞാൻ താഴെ വെച്ച റംബൂട്ടാനാണല്ലോ ആ കൊച്ചെടുത്ത് തിന്നേ. ഇനി എന്താ ചെയ്യാ? ആ, കുണുക്കിയുടെ കയ്യിൽ റംബൂട്ടാൻ ഇല്ലല്ലോ, അവള് കൊടുത്തതാണെന്ന് പറയാം. ആ, ഈ കൊച്ചിന്റെ ചുമ കണ്ടോ? ഇതേ കുണുക്കി അവളുടെ കയ്യിൽ നേരത്തെ ഇരുന്ന റംബൂട്ടാൻ താഴെ ഇട്ടില്ലേ, അതെടുത്ത് ഈ കുട്ടി തിന്നു. അതാ ഇങ്ങനെ ചുമക്കണേ. അയ്യോ ചേച്ചി, കുട്ടി റംബൂട്ടാൻ തിന്നു. എനിക്കറിയില്ല, എനിക്ക് പേടിയാവുന്നു. നോക്കി നിൽക്കാൻ സമയമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. നേഹമാമിനെ അമ്മേനെ അച്ഛൻ ആരെങ്കിലും കാണണം, അവർക്ക് കുട്ടിയുടെ വായിൽ നിന്ന് എടുക്കാൻ പറ്റും. നിന്റെ കാര്യം പോക്കടി കുണുക്കി. നിന്റെ കയ്യിൽ നേരത്തെ ഉണ്ടായ റംബൂട്ടാൻ എവിടെ? അത് നീ കുട്ടിക്ക് കൊടുത്തില്ലേ? എന്നാ നീ താഴെ ഇട്ടില്ലേ, അത് തിന്നാ ആ കുട്ടിക്ക് ചുമ വന്നേ. അതിന്റെ തൊണ്ടയിൽ അത് കുടുങ്ങിയെന്നാ തോന്നുന്നേ. തൊണ്ടയിൽ കുടുങ്ങിയാലേ ചുമ നിർത്താൻ പറ്റില്ല. ചുമ നിർത്താൻ പറ്റില്ലെങ്കിലേ ശ്വാസം കിട്ടില്ല. ശ്വാസം കിട്ടില്ലെങ്കിൽ അത് അപകട. നീ വീട്ടിലോട്ട് ചെല്ലേ, നേഹമാമി നിന്നെ ചുട്ടുകൊല്ലും. ഞാൻ വീട്ടിലേക്ക് പോകുക. അമ്മേ, നേഹമാമി, അച്ഛമ്മേ, അമ്മ ഒന്ന് ഓടി വന്നേ. അയ്യോ, ഉണ്ണിമോൾ കണ്ണുറക്കുന്നില്ലല്ലോ. എന്താ എന്താ ഈ ഉണ്ണിമോക്ക് എന്ത് പറ്റി? അമ്മ, ഉണ്ണിമോൾ എണീക്കുന്നില്ല. റംബൂട്ടാന്റെ കുരു വിഴുങ്ങിന്നാ തോന്നുന്നേ. അയ്യോ എന്റെ ദൈവമേ, നോക്കട്ടെ. ഉണ്ണിമോളെ, ഉണ്ണിമോളെ, എന്താ ചേച്ചി? അയ്യോ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? എന്താ ഇവിടെ ബഹളം? ഉണ്ണിമോളെ, ഉണ്ണിമോളെ. നേഹ കുഞ്ഞിനെടുത്തോ, സംസാരിച്ച് കളയാൻ സമയമില്ല. നമ്മുടെ ഈ തൊട്ടടുത്ത ഡോക്ടറിന്റെ വീട്, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. ഓ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അലറിക്കൊണ്ട് വരുന്നു, കുഞ്ഞിനെയും കൊണ്ട് ഓടുന്നു, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? അച്ചാമ്മേ, ഉണ്ണിമോള് മിണ്ടുന്നില്ല, ബോധം പോയ പോലെ കിടക്കുക. ആ കുട്ടിക്ക് എന്ത് പറ്റി? റംബൂട്ടാന്റെ കുരു തിന്നുന്നാ തോന്നുന്നേ, ഞങ്ങൾക്ക് അറിയില്ല. എന്റെ ദൈവമേ, എന്നാ ഇനി ആ കൊച്ചിനെ നോക്കണ്ട, അതിന്റെ കാര്യം പോക്ക. അങ്ങനെ പറയില്ല അച്ചാമ്മേ. നിനക്ക് നിന്റെ അമ്മക്കൊക്കെ എത്തിരി കൂടുതലാ. ഓരോരുത്തരെ വിരുന്നിന് വിളിക്കുക, എന്നിട്ട് നോക്കാൻ കഴിയൂല. ഇങ്ങനെ ഇരിക്കും. എന്റെ ലല്ലിമോൾ എവിടെ? അവള് നിങ്ങളെ കൂടി വന്നതല്ലേ? അയ്യോ, ലല്ലിമോൾ എവിടെ? അവൾ എവിടെ കൊണ്ട് കളഞ്ഞിട്ടേ? ഞങ്ങൾ കളഞ്ഞൊന്നുമില്ല. ഞങ്ങൾ ഉണ്ണിമോക്ക് വയ്യാതായപ്പോ ഓടി ഇങ്ങോട്ട് പോന്നു. കുണിക്കും കുണുക്കനും ലല്ലിമോളും ആ മുത്തശ്ശിപ്പറമ്പിലുണ്ട്. അയ്യോ അമ്മ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വരും, ഞാൻ ഓടി അങ്ങോട്ട് പോകട്ടെ. എടി, നിങ്ങളെ കൂടിയല്ലേ ലല്ലിമോള് വന്നത്? നിങ്ങൾ രണ്ടും പോയി വിളിച്ചോണ്ട് വാടി. അവര് വന്നോളും, ഞങ്ങൾക്ക് ഉണ്ണിമോളുടെ കാര്യം ഓർത്തിട്ട് പേടിയാ. ഒരു ഉണ്ണിമോള്? അല്ല കുട്ടികളെ, നിങ്ങൾക്കറിയില്ലേ ഈ റംബൂട്ടാനൊന്നും അത്രയും കുഞ്ഞു കൊച്ചിനെ കൊണ്ടുപോയി കൊടുക്കരുതെന്ന്? നിങ്ങൾ എന്തിനാ അതിനും കൊണ്ടുപോയത്? ഞങ്ങളല്ല കൊടുത്തത്, ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാം, സത്യം പറ. ഇവിടെ റംബൂട്ടാൻ പറിച്ചപ്പോൾ ഞാൻ അത് പിറക്കിയെടുക്കാൻ വേണ്ടി പോയി. കുണിക്കിയുടെ കയ്യിൽ റംബൂട്ടാൻ താഴെ വെച്ചപ്പോൾ അത് ഉണ്ണിമോള് തനിയെടുത്ത് തിന്നോന്നൊക്കെയാ പറയുന്നേ. ഞങ്ങൾക്കറിയില്ല. അങ്ങനെ വരട്ടെ. അപ്പൊ കുണിക്കാണ് റംബൂട്ടാൻ കൊടുത്തത് അല്ലേ? അവൾ ഇങ്ങനെ ശരിയാക്കുന്നുണ്ട്. എന്നിട്ട് അവൾ എവിടെ? അവൾ അവിടെ നിന്ന് കരയുമായിരിക്കും. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ കുണിക്ക് കല്ലെങ്കിലേ കൂടുതലാ. ഇന്നലെ അല്ല അല്ലീനോട് എന്ത് തല്ലുപിടുത്തായിരുന്നു അവിടെ ഒരു കളിപ്പാട്ട് കൊടുത്തെന്ന് പറഞ്ഞ്. അവൾ ഇങ്ങോട്ട് വരട്ടെ. ഇത്തിരിക്കില്ലാത്ത കൊച്ചിനെ അവിടെ റംബൂട്ടാന്റെ കുരു കൊടുത്തിരിക്കുന്നു.